ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പൈനാപ്പിൾ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്തൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കുക്കറിൽ 3 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിന് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ തേങ്ങ എടുക്കാം. 1 കുഞ്ഞുള്ളി, 3 അല്ലി വെളുത്തുള്ളി, അല്പം നല്ല ജീരകം, അല്പം മഞ്ഞൾപ്പൊടി. ഓൾറെഡി പൈനാപ്പിൾ വേകാനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂടാതെ നേരത്തെ വേവിക്കാൻ വെച്ച പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അല്പം ശർക്കര ചേർക്കുന്നുണ്ട്. ഓൾറെഡി പൈനാപ്പിളിൽ മധുരമുണ്ട്, എങ്കിലും ഓപ്ഷണലാണ് ശർക്കര ചേർക്കുന്നത്. ഇതിനാവശ്യമായ തൈര് എടുക്കാം. തൈരൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ വിസ്ക് വെച്ചൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ പുളി അനുസരിച്ച് തൈരിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാം. അല്പം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ അല്പം കളറിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എരിവും മധുരവും പുളിയും ചേർന്ന പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.